അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് നോക്കി. വേണ്ട, ചേമ്പിൻ്റെ തണ്ടും ചക്കക്കുരും പിന്നെ ചേമ്പിൻ്റെ കുറച്ച് വിത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു കൂട്ടാൻ ഉണ്ടാക്കുക നമ്മൾ. ഇവിടെ സാമ്പാർ ഉണ്ട് കേട്ടോ. എനിക്ക് സാമ്പാർ പറ്റൂല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കുകയാണ്. അപ്പം അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചേമ്പ് ഇപ്പോൾ വെക്കൂല എന്നൊക്കെ അല്ലേ നിങ്ങൾ ചില ആൾക്കാർ പറയല്. വെള്ളം ഒഴിച്ചു കൊടുക്കണ വെള്ള സ്ഥലത്തുള്ള ചേമ്പിൻ്റെ തണ്ട് നല്ലതാട്ടോ, എല്ലാം പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടി വെച്ചാൽ ഇതൊന്ന് കുക്കർക്ക് ഇങ്ങനെ അരിഞ്ഞിടുക. പിന്നെ എന്തൊക്കെ വർത്താനം വിശേഷങ്ങൾ, സുഖല്ലേ എല്ലാവർക്കും? അപ്പോൾ നിങ്ങളേ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കണ്ടാൽ വലിയൊരു ഉപകാരമായി. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോന്നും ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മോന് ഇവിടെ ഉള്ളതുകൊണ്ട് സാമ്പാറൊക്കെ വെച്ചിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കൂട്ടാനാണ് ഉണ്ടാക്കൽ, എന്തെങ്കിലും ഒരു കറി. ഇന്ന് പിന്നെ ഞായറാഴ്ച എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ എന്താണ് ഒരു പാട്ട് വെച്ചിട്ടാട്ടോ കേൾക്കാത്ത സാനോ ഓനെ പാട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് മയക്കങ്ങോട്ട് ഒന്നും പറയുന്ന തിരിയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടാണ്ടാക്കാം. ഇതിങ്ങനെ അരിഞ്ഞിടുക. പിന്നെ ചക്കക്കുരൊക്കെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നാണ് കണ്ട. ഇതൊന്നിങ്ങനെ ഈ ചേമ്പിൻ്റെ തണ്ട ആദ്യം ഇട്ടിട്ട് കുറച്ചും കൂടി അരിയാണ്ട് കേട്ടോ, നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ അരിഞ്ഞിട്ടിട്ട് പിന്നെ പൊടിയുള്ള ചക്കക്കുര നല്ല രസമാണ്. പിന്നെ ചേമ്പിൻ്റെ താളും ഈ വലിയ ചേമ്പില്ലേ, അതായത് ഇതിനിപ്പോൾ പല പേരുമുണ്ട്. പാൽച്ചേമ്പ്, വലിയ ചേമ്പ്, ബ്ലാത്തിച്ചേമ്പ്, പല പേരിലും അറിയപ്പെടുന്ന ഈ ചേമ്പിൻ്റെ തണ്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ മറ്റേത് നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഉണ്ടാക്കലുണ്ട് താള്, അതിന് കാട്ടുതാള് എന്നാണ് പറയുക, കാട്ടുചേമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതല്ല, അത് നമ്മൾ വിത്തൊക്കെ എടുക്കണ അങ്ങാടിയിലൊക്കെ ഉണ്ടാവില്ലേ വിൽക്കാൻ, അതിൻ്റെ തണ്ടാണ് വലിയ ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ ഉണ്ട് അരിഞ്ഞിടുക. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അരിഞ്ഞ് തണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ വിത്താണിത്. വിത്ത് ഞാനിങ്ങനെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് വെച്ചതേ. ഒരു വിത്ത് കൊടുത്ത് കുറച്ച് ചക്കക്കുരു കൊടുത്ത്. എനിക്കിപ്പോൾ ഇന്ന് ഇതാണ് കൂട്ടാൻ. എനിക്ക് സാമ്പാറിനോട് വലിയൊരു താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കണ അന്ന് ഞാൻ ചമ്മന്തിയൊക്കെ കൂട്ടിയാൽ ചോറുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല എങ്ങനെ വെച്ചാലും. അപ്പം ഇങ്ങനെ ഞാനിതും കൂടി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അടുപ്പത്ത് വെക്കുക. അപ്പം നമ്മൾ അരിഞ്ഞെടുത്തിട്ടോ, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ്. ഇനി ഒരു 5 പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞിടുക. പച്ചമുളക് കഴിഞ്ഞിട്ട് ഉപ്പിടുക. ഇത് ഞാൻ അരപ്പൊന്നും ഇട്ട് വെക്കണമല്ല കേട്ടോ, ഞാൻ മെഴുക്ക് പുരട്ടിൻ്റെ അതിൽ വറവിടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് അധികം ആവണ്ട, പാകത്തിന് കുറച്ച് വെള്ളം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിലടിച്ചാൽ റെഡിയായി. ഇതിക്കൊരു ഉണക്കമീനോ ഒരു അച്ചാറോ ചമ്മന്തിയോ മോരോ അപ്പം നമ്മളൊരു മോരും വെള്ളം കൂടി ഉണ്ടാക്കുക കേട്ടോ. മോര് വെള്ളമല്ല, മോര്, തൈരല്ല. അത് ഞാൻ വെള്ളം എന്ന് ഉദ്ദേശിച്ചത്. അതിന് ജാറ് എടുത്തിട്ടുണ്ട്, കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം,
ഇഞ്ചി, ഇഞ്ചിയിട്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ നട്ട് വളർത്തുന്ന വലിയ വീതിയുള്ള നല്ല ചുവന്ന് അതിട്ട് കുറച്ച് ഉപ്പിടണം, മോരായിക്ക് വെക്കണം. നമ്മളെ കൂട്ടാനാണ് കിടന്നിങ്ങനെ വേവുണ്ട്. സോനും സീനും തിരക്കൂടുക. ഇപ്പം മോരൊഴിച്ചു ഉപ്പിട്ട് ഇതൊന്ന് അടിച്ചുകൊണ്ടിട്ടാൽ മതി. എല്ലാം ഇപ്പം നമ്മൾ മുളക് ഇട്ടിട്ട് ചെയ്യുന്നുട്ടോ. ഇതാ നല്ല എരിവുള്ള മുളകാണേ, ഒന്നാണ് കീറിയിടുക. ഇതൊക്കെ കൂടി ഒന്നുണ്ട് അടിച്ചാലുണ്ടല്ലോ ഈ മോരിൻ്റെ ഒരു ടേസ്റ്റ് പറയേണ്ടി വരില്ല. ഇപ്പം ഒന്ന് സാമ്പാറും മോരും ചേമ്പും കറി. നമ്മളെ മോര് കണ്ടില്ലേ, ഇതുണ്ട് എന്താ രസം. നോക്കട്ടെ ഉപ്പോ എരിവൊക്കെ ഉണ്ടോന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഇന്നത്തെ കറികളാട്ടോ ഈ കാണിക്കണേ. എന്താ ടേസ്റ്റ് എന്നാണ്. ടീ പൊളി, നല്ല ടേസ്റ്റാണ്. ഈ കയ്യിൽ ഇതിൽ പറ്റില്ല. നമ്മളെ കറി ഇതണ്ട 3 വിസിലടിച്ചപ്പോത്തിനതാണ്. ഞാനീ തവി വെച്ച് ഒന്ന് കണ്ട് ഉടച്ചും ചെയ്തിട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ട് ഒന്ന് വറവിട്ടുകൊണ്ട് എടുക്കുക. പെട്ടെന്ന് ഒന്നാണ്ട് വറവിടുക. നല്ലൊരു അടിപൊളി കൂട്ടാൻ. കുറച്ച് വെളിച്ചെണ്ണ അതിൽ വെച്ച് അത് ചൂടാകുമ്പോൾ നമുക്കൊരു ഇത്തിരി കടുകിടുക. കടുകിട്ട് ചൂടായി വരുന്നുള്ളൂ തോന്നുന്നു. പിന്നെ നമുക്ക് 2 വറ്റൽമുളക് ഇടാം, ഉള്ളി ഇടാം. ഉള്ളി ആകുമ്പോൾ അരിഞ്ഞ് വെച്ചത് അല്ല, 2 വെളുത്തുള്ളിൻ്റെ 2-3 വെളുത്തുള്ളിൻ്റെ അരി വെച്ചത്. ചക്കക്കുരു ആയതുകൊണ്ട് വയറ് കേടാക്കണ്ട. കുറച്ച് വെളുത്തുള്ളി ഇടുന്ന നല്ലതാണ്. വറ്റൽമുളക് കറി വെക്കും. എന്താ പൊട്ടൽ. നമ്മൾ തീയൊന്ന് കുറച്ച് ഇതൊന്ന് വെച്ചാൽ മതി. കൂട്ടാറ് ഉണ്ടോ. ഈ കുക്കറിലാവുമ്പോൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതിനിങ്ങോട്ട് ഉള്ളോട്ടല്ലേ ഇതിൻ്റെ വർക്ക് കിടക്കും. അപ്പം നമ്മളെ ഈ കൂട്ടാനും ഈ മോരും പിന്നെ സാമ്പാറുണ്ട്, ഞാൻ കാണിക്കണില്ല. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. എന്നും പറയുന്ന മാതിരി തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവരോടും, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും.